ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു കുർത്തി ടോപ്പാണ് കേട്ടോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് എനിക്ക് വാട്സപ്പിലൊരു ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ടോപ്പ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിതുവരെ കാണിച്ചിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള ഐറ്റം ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടും കൂടെയാണ് കേട്ടോ ഞാൻ ഇടാൻ വൈകണത്. ഇതിപ്പോൾ ഞാൻ പിന്നെയും കമൻറ്റ് ചെയ്തതുകൊണ്ട് ഒരു ചെറിയ വെട്ടുവേഷണം എടുത്തുകൊണ്ട് വന്നാണ്. ചെറിയ അളവിൽ ഞാൻ കാണിച്ചു തരാം, നിങ്ങളത് വലിയ അളവിലേക്ക് മാറ്റി നിങ്ങളുടെ അളവിലേക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് തയ്ക്കാനായിട്ട് ഈ ഒരു കുർത്തി തയ്ക്കാനായിട്ട് ഫ്ലൈഡ്, അതായത് എലൈനായിട്ടാണ് നമ്മൾ ചെയ്യണത്. സൈഡിൽ സ്ലിറ്റൊന്നുമില്ല. അപ്പോൾ അതനുസരിച്ച് ചെയ്യാനായിട്ട് ഒരു തുണി എടുക്കുക, അതായത് ഫ്രണ്ടും ബാക്കും നമുക്ക് എലൈനായിട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ടൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതൊരു കുട്ടി മെറ്റീരിയലാണ് കേട്ടോ. ആരുടെയോ ഡ്രസ്സ് തയ്ച്ചതിൻ്റെ ബാലൻസ് ഞാൻ കട ഒതുക്കിയപ്പോഴെനിക്ക് കിട്ടിയതാണ്. അത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി കാണിച്ചു തരാം. ആരുടെ അളവിലല്ല ചെയ്യണത്, ജസ്റ്റ് ഞാനൊന്നിങ്ങനെ ചുമ്മാ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷോൾഡർ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് മാർക്ക് ചെയ്യാം, നമ്മുടെ അളവനുസരിച്ച് മാർക്ക് ചെയ്യാം. ഇനി അടുത്തത് വേണ്ടത് കൈക്കുഴിയാണ്. ഷോൾഡർ എത്രയാണോ മാർക്ക് ചെയ്തത് അതനുസരിച്ച് കൈക്കുഴി മാർക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും പറയണ പോലെ ഷോൾഡർ ഇന്ന് 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യണത്. കൈക്കുഴി മൈനസ് ചെയ്യാണ്ട് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് നമ്മുടെ എത്രയാണെന്ന് നോക്കി എടുക്കുക, അതിൻ്റെ കൂടെ 4 ഇഞ്ച് ആഡ് ചെയ്യുക. 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അത് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഹാഫ് ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് ഹാഫ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് മാർക്ക് ചെയ്തതിനേക്കാളും ഒരു 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഇനി താഴേക്ക് നമുക്ക് എത്രത്തോളം ഫ്ലെയർ കിട്ടുന്നോ അതനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ പിന്നെ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു മെറ്റീരിയൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഞാൻ വെട്ടിയെടുക്കുകയാണ്. അടിഭാഗം നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം. തീരെ ചെറിയ കുർത്തിയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. ഒരു 20 ഇഞ്ചൊക്കെ ഇറക്കമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഇറക്കം എടുക്കുക. കാൽക്കുലേഷനൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളൂ. നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചപ്പോൾ 44 വേണമെങ്കിൽ 46 ഇഞ്ച് നീളമുള്ള തുണി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കൈക്കുഴി വെട്ടുണ്ട്, അതുപോലെ തന്നെ സൈഡും നമുക്ക് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട് പീസും ബാക്ക് പീസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലൊരു ഓവർലാപ്പ് പോലെ, അതായത് ഒരു ഇന്നറിട്ട പോലത്തെ ഒരു മോഡലാണ് എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ തന്നെ ബോട്ടം ആണെന്ന് തോന്നുന്നു ഈ കഷ്ണം, എനിക്കറിയില്ല. ഞാൻ അതിനായിട്ട് കളറ് മാച്ചിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നതാണ്. ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് വെട്ടിയെടുക്കാം, അതായത് അത് ഡിഫറെൻറ്റ് കളറായിരിക്കണം കേട്ടോ. ഉള്ളിൽ വെക്കണത് ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലത്തെ മെറ്റീരിയൽ വെക്കണം. പിന്നെ ഉള്ളിൽ വെക്കണത് വേറൊരു കളറ് എന്തെങ്കിലും ഇതായിട്ട് മാച്ചിങ് ആയിട്ടുള്ള വേറൊരു കളർ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ഒരു പീസ് വെട്ടിയെടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ വെട്ടിയെടുത്ത അതേ അളവിൽ തന്നെ ഒരു പീസ് നമുക്ക് വെട്ടിയെടുക്കാം. കണ്ടോ, അതാ ഇങ്ങനെ. ക്യാമറ വെക്കാൻ പിടിച്ചു തരാൻ ആളില്ല, ഞാൻ തന്നെയാണ് ക്യാമറ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ക്യാമറയിൽ നിന്ന് താഴെ പോയിട്ടുള്ളത്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടുക കേട്ടോ. ഇതേപോലെ ഒരു 2 പീസ് ഫ്രണ്ടും ബാക്കും വെട്ടിയെടുത്തിട്ട് കളർ ഇത്തിരി വ്യത്യാസത്തിൽ അതിനായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു പീസ് നമുക്ക് വെട്ടിയെടുക്കാം. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ക്യാമറയിൽ പെട്ടിട്ടില്ല എന്നുള്ളത്. പെട്ടിട്ടുണ്ട്, മുഴുവനായിട്ട് പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ചു വെച്ചിട്ട് വീണ്ടും വെട്ടുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഈ കളർ ഡിഫറെൻ്റായിട്ട് എടുത്ത മെറ്റീരിയലും അതിൽ നിന്നൊരു മെറ്റീരിയലും നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയൊക്കെ കുഴിച്ച് വെട്ടണം. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടാം. ഇതാ 2 പീസും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ടായിട്ട് എടുക്കുന്നത്. ഫ്രണ്ടായിട്ട് എടുക്കുന്നതിൻ്റെ കൈക്കുഴി കുഴിച്ച് വിട്ടണം, പിന്നെ ഫ്രണ്ട് പീസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൈക്കുഴി കുഴിച്ച് വെട്ടുകയാണ് കേട്ടോ. ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിയാൽ മതി. പിന്നെ കുഴിച്ച് വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് മാർക്ക് കൊടുത്തിട്ടില്ല, അവിടെ വരെ മാത്രം കുഴിച്ച് വെട്ടിയാൽ മതി കേട്ടോ. ഇതാ ഇങ്ങനെ കണ്ടോ. ഇനി അടുത്തത് നമ്മൾ കഴുത്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ കഴുത്ത് എത്ര ഇഞ്ച് വേണമെന്ന് നോക്കിയാൽ നമ്മുടെ കഴുത്തിൻ്റെ അളവ് ഒരു 3 3.25 3.5 എത്രയാണ് നമ്മുടെ കഴുത്തിൻ്റെ വിഡ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം, അതായത് വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത്. ഇനി കഴുത്തിൻ്റെ ഇറക്കം ഒരു 5 ഇഞ്ച്, 5 5 എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ.
ക്യാൻവാസ് വെച്ച് ചെയ്യേണ്ട. ക്യാൻവാസ് വെച്ച് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ഒരുമിച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്യാൻവാസ് വെച്ച് ചെയ്യുന്നില്ല. അത് വെച്ച് തന്നെ അടിച്ച് മറിക്കാവുന്നതേ ഉള്ളൂ. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അടിച്ച് മറിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് ഒരു ഓവൽ ഷേപ്പിൽ നമ്മൾ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ മുകളിൽ വെക്കേണ്ട ഈ പീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്യണം. അത് മാത്രം, മറ്റേത് കട്ട് ചെയ്യരുത് കേട്ടോ. അതായത് ഫ്രണ്ടിൽ വെക്കണ, ഏറ്റവും മുകളിൽ വെക്കണ പീസിൻ്റെ നടുഭാഗം. ഞാനിപ്പോൾ ഇത് നടുക്കുന്ന നേരെ അങ്ങ് വെട്ടുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ വെട്ടിക്കൊടുക്കുക കേട്ടോ. കണ്ടതാ നടുക്കുന്നത് നേരെ വെട്ടണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കുറച്ചുകൂടെ ഭംഗി കൂട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. കഴുത്ത് വെട്ടി കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടി അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് നോക്കി, ഇത് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് തയ്ച്ച് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് കിടക്കും. അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും, ഒരു മോഡലായിരിക്കും. ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് പേര് സെയിൽ ചെയ്യണൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടിട്ടായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ട് നമ്മളോട് കാണിച്ചു തരുമോ ചോദിച്ചത്. അപ്പോൾ ഇനി ഇതെങ്ങനെ തയ്ക്കണമെന്നൊക്കെ കാണണ്ടേ, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പീസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്ക് പീസ് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. കൈ എടുക്കണം. കൈ എടുക്കാനായിട്ട് ഈ മെറ്റീരിയൽ കിട്ടണേന് അത് വെച്ച് തന്നെ കൈ വെക്കണേണ് കേട്ടോ ഭംഗി. പക്ഷേ ഞാൻ ഈ ഒരു മെറ്റീരിയലിൽ അതിൽ നിന്ന് ഒരു പീസല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് കൈ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് എത്രത്തോളം കൈ കിട്ടുന്നോ അതനുസരിച്ച് എടുക്കാം കേട്ടോ. നമുക്കൊരു 3/4 സ്ലീവ്, ഇങ്ങനെയുള്ള കുർത്തിക്കൊക്കെ 3/4 സ്ലീവാണ് കേട്ടോ കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ അതിൻ്റെ കഷ്ണത്തിൻ്റെ ഒരു സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ മടക്കിയൊക്കെ ഇട്ട് അതിൽ നിന്ന് കൈ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരു 11 ഇഞ്ചിൻ്റെ കൈയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ മെറ്റീരിയൽ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് നമുക്ക് ഇങ്ങനെ മടക്കിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ 4ആക്കി മടക്കി നമ്മുടെ കൈ അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ മടക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ സൈഡിൽ ഒരു 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് എത്രത്തോളം ഇറക്കം കിട്ടേണ്ടതെന്ന് നോക്കാം. ഒരു 11-11.5 ഇഞ്ച് ഇറക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 4.5യിലേക്ക് നമ്മൾ കൈക്കുഴി കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി താഴേക്കും ഇതാ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വെട്ടിയെടുത്തേക്കാം. നിങ്ങൾ നിങ്ങളുടെ അളവെടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ 3/4 ഒക്കെ വേണം. വലിയ ആളുകൾക്കാണെങ്കിൽ ഒരു 16 ഇഞ്ച് 15-16 ഇഞ്ചൊക്കെ വേണ്ടി വരും. ഇതിപ്പോൾ ചെറിയൊരളവിലാണല്ലോ ഞാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ മോഡൽ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മോഡൽ കാണിച്ചു തരുന്നത്. അപ്പോൾ കൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബോഡി പാർട്ടും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എളുപ്പമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് എൻ്റെ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്തുള്ള പീസ് ഉണ്ടല്ലോ, ആ പീസിൻ്റെ ഒരു വെട്ടേഷൻ എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വീതിയിൽ നീളത്തിൽ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഫ്രണ്ട് പീസിൽ നമുക്ക് 2 സൈഡിലും അത് വെച്ച് കൊടുക്കണം. എന്താ നോക്കി ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ നല്ല വശം, ആ കുഞ്ഞു പീസിൻ്റെ നല്ല വശം ആ വലിയ പീസിൻ്റെ ചീത്ത വശമാണ് ചേർത്ത് വെച്ചേക്കുന്നത്. മുകളിലേക്ക് മറിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇങ്ങനെ അടിച്ചെടുക്കുക. ഞാൻ ഫുള്ള് ഡബ് ചെയ്ത് കഴിഞ്ഞതാണ്. എങ്ങനെയോ കൈ അമർത്തിയിട്ട് എൻ്റെ വോയിസ് മൊത്തം പോയി. അപ്പോൾ ഞാൻ വീണ്ടും ഡബ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ആദ്യം പറഞ്ഞതൊക്കെ ആവർത്തിച്ച് പറയും. എന്നാലും ഞാൻ ശ്രദ്ധിച്ച് ഞാൻ ഡബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡും ഇതേപോലെ, ഇപ്പോൾ ഒരു സൈഡല്ലേ നമ്മൾ അടിച്ചിട്ടുള്ളത്, അപ്പുറത്തെ സൈഡും നമുക്ക് ഇതേപോലെ തന്നെ അടിച്ചെടുക്കാം. കുഞ്ഞു പീസ് വെച്ചിട്ടേ അടിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനത് ജോയിൻ ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ നല്ല പീസ് ഉണ്ടല്ലോ, അതായത് വലിയ പീസ് ഉണ്ടല്ലോ, വലിയ പീസിൻ്റെ ചീത്തവശം ചേർന്നിരിക്കണം. കണ്ടോ, ഈ പടി ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ആ ഒരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് വരണം കേട്ടോ. ചരിഞ്ഞൊന്നും പോവരുത്. ഇങ്ങനെ ഒരു 2-2.5 ഇഞ്ച് എത്ര വേണം നമുക്കവിടെ ജോയിൻറ്റിനനുസരിച്ച് അതനുസരിച്ച് നമുക്കവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചെറിയ അളവായതുകൊണ്ട് ഒരു 2.5 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നമുക്ക് വലിയ അളവൊക്കെ ആണെങ്കിൽ ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് വരെയൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ട് അവിടെ ബട്ടണൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 2.5 ഇഞ്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു പടി പീസ് ഉണ്ടല്ലോ, ആ പടി പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കണ്ടോ, മുകളിലേക്കൊന്ന് മടക്കി റെഡിയാക്കിയിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ ആ എൻഡ് ഭാഗം നമുക്ക് നീറ്റായി കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അറ്റം വരെ നമുക്ക്
നീറ്റായിട്ടിരിക്കുകയും ചെയ്യും, ഒരു ഭംഗിയാവുകയും ചെയ്യും. അങ്ങനെ വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. അവിടെ ഇപ്പോൾ വേറൊരു പീസ് വെച്ച് അകത്തേക്ക് മടക്കി അടിച്ചാലും മതി. ഞാനിപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ഒരു പട്ട വെച്ച് കൊടുത്തത് കേട്ടോ. കണ്ടോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് അറിഞ്ഞൂടാ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. മാക്സിമം ഒന്ന് ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാവുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ബൊമ്മക്കുട്ടിക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൊമ്മക്കുട്ടി കുറേ നാളായിട്ട് യൂസ് ചെയ്യാണ്ടേ കട്ടലിൻ്റെ അടിയിൽ കിടക്കായിരുന്നു. ഞാൻ കട്ടിൻ്റെ അടിയിലാണ് അതിനെ വെച്ചേക്കണത്. നമുക്കിവിടെ വെക്കാനൊന്നും അങ്ങനെ ബൊമ്മയെ വെക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല കേട്ടോ, ഫ്ലാറ്റ് ആയതുകൊണ്ടേ. അപ്പോൾ നമ്മുടെ കട്ടിൻ്റെ അടിയിലൊക്കെ വെക്കണം. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ തന്നെ പൊടി പിടിക്കുമല്ലോ. അപ്പോൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. ബൊമ്മേനെ ഞാൻ എടുത്തിട്ടുണ്ട്, പൊടിയൊക്കെ തട്ടി റെഡിയാക്കി തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിന് ഈ ഉടുപ്പ് തയ്ച്ചിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് അകത്ത് നന്നായിട്ട് കറക്റ്റായിട്ട്, അതായത് നമ്മുടെ കഴുത്തിൻ്റെ അതേ ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കണം കേട്ടോ. അതിനാണ് അകത്ത് മറിച്ചിട്ടിട്ട് വെട്ടിയത്. ഫ്രണ്ടിൽ ഇട്ട് വെട്ടുമ്പോൾ നമുക്ക് ആ തുമ്പ് വരുമ്പോൾ കാണാൻ അറിയില്ലല്ലോ. അപ്പോൾ അത് ഇത്രയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അകത്ത് വെക്കേണ്ട തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശം ചേർത്ത് വെക്കരുതിട്ട് തിരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മുടെ തുണിയുടെ മുകളിൽ, അതായത് ഓപ്പൺ ചെയ്ത തുണിയുടെ മുകളിൽ ഈ പീസിൻ്റെ അകത്ത് വരുന്ന പീസിൻ്റെ ചീത്തവശം ചേർത്തിടുക കേട്ടോ. ചീത്തവശമാണ് ചേർത്തിട്ട് നല്ല വശത്തോട് ചീത്തവശം ചേർത്തിടുക. എന്നാലാണ് കഴുത്തടിച്ചിട്ട് മറിച്ചെടുക്കുമ്പോൾ നമുക്ക് വിസിബിളായിട്ട് നല്ല വശം കിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തിരിഞ്ഞു പോകരുത്. നമ്മൾ കഴുത്തൊക്കെ അടിച്ച് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ കഴുത്തൊക്കെ പിന്നെ അഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോട്ടെ. അപ്പോൾ കഴുത്തടിച്ച് വരുമ്പോഴേ ഒരു ഇത്തിരി കൂടുതലുണ്ടാവും. നമ്മൾ ആ ഫ്രണ്ടിൽ പിടിച്ചടിച്ചത് ഈ പീസ് കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാൻ മുകളിലേക്ക് ഒന്ന് കയറ്റി പിടിച്ചിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 4 ഇഞ്ച് കൂടുമെന്നുള്ളൂ, അത് വിഷയമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൂടുന്നതൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വെച്ചിട്ട് അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ കൊടുത്താൽ മതി. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അറിയുക പോലും ചെയ്യില്ല. ബാക്കി എല്ലായിടത്തും കറക്റ്റായിട്ട് വരുമല്ലോ. അപ്പോൾ അതിങ്ങനെ നമുക്ക് ഒന്നിങ്ങനെ അടിച്ചെടുക്കാം. അടിച്ചിട്ട് അപ്പുറത്തേക്ക് മറിച്ച് നമുക്ക് പതിച്ചടിച്ചിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞോന്നറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഞാൻ എന്താണ് വീണ്ടും പറയണമെന്ന് ഡൗട്ടുണ്ട്. കാരണം പകുതിയോളം ഡബ് ചെയ്തിട്ട് ഞാൻ കൈവച്ച് തൊട്ടപ്പോൾ വേറെ ഏതോ എന്നിൽ പെട്ട് പോയിട്ട് മൊത്തം ഡബിങ് പോയി. പിന്നെ രണ്ടാമത് ഡബ് ചെയ്യുമ്പോൾ ഏതൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ വീണ്ടും പറയണത്. അതായത് ഇങ്ങനെ പതിച്ചടിക്കുകയാണ് കേട്ടോ. നമ്മൾ നല്ല പീസിലടിക്കില്ല, ആ ചീത്ത പീസിലാണ്, അതായത് ചീത്ത പീസല്ല അകത്തുള്ള പീസിലാണ് നമ്മൾ കഴുത്ത് പതിച്ചടിക്കണേ കേട്ടോ. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. നമുക്ക് അഡ്വാൻസ് ക്ലാസ്സും ഉണ്ട് കേട്ടോ. 3 മാസം കൊണ്ട് പഠിപ്പിച്ച് തീർക്കേണ്ട ഒരു ക്ലാസ് ഉണ്ട്. അതിലെല്ലാ മോഡൽ ഡ്രസ്സുകളും പഠിപ്പിക്കുന്നുണ്ട്. ക്രോപ്പ് ടോപ്പ്, ബ്ലൗസ് എല്ലാം ഉണ്ട് കേട്ടോ. ലാച്ച, ഗൗണൊക്കെ ഉണ്ട്. അത് പഠിക്കാനായിട്ട് 3000 രൂപയാണ് ഫീസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നല്ല ക്ലാസ്സാണ് കേട്ടോ. ഫീസ് ഒരിക്കലും നഷ്ടമാവില്ല. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ കഴുത്തൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ സൈഡ് ലൈനിങ് കൂട്ടിയെടുക്കുകയാണ്. ഇങ്ങനെ ലൈനിങ് അല്ല വെച്ചതെങ്കിലും പിന്നെ നിങ്ങൾ വെക്കുമ്പോൾ ലൈനിങ് വെക്കരുത് കേട്ടോ. നല്ല പീസ് തന്നെ വെക്കുക. അടിയിൽ ഇങ്ങനെ വിസിബിളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നല്ല പീസ് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ലൈനിങ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഒറ്റ വാഷിനേ ഉണ്ടാവുള്ളൂ, പിന്നെ കൊള്ളാണ്ടേ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല പീസ് ബോട്ടത്തിൻ്റെ മെറ്റീരിയലിൻ്റെ ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സൈഡൊക്കെ നമുക്കൊന്ന് അറ്റം വരെ അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൈ ഫിനിഷ് ചെയ്യണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതായിരുന്നു. ഇവിടെ അരികെ അറ്റം വരെ അടിക്കരുത് കേട്ടോ. അറ്റം വരെ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് മടക്കി തയ്ക്കണ്ടേ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ അടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റം വരെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒപ്പം അടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിത് ഇത്തിരി നീളം കുറക്കണം. ഇത്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് നമുക്ക് ലെങ്ത്ത് കുറച്ച് കൊടുക്കണം. അതിനായിട്ട് ഇതായത് ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ട് നമുക്കിങ്ങനെ ഇട്ടിട്ട് ഒന്ന് വെട്ടിയെടുക്കാം. ഒരു 1/2 ഇഞ്ച് മാത്രം, ഒരുപാടൊന്നും വെട്ടണ്ട കേട്ടോ. ഒരുപാട് ഇറക്കം കുറച്ചും കളയണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വട്ടത്തിലിങ്ങനെ ഷേപ്പ് ചെയ്തൊക്കെ വെട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കർവ് ചെയ്ത് വെട്ടണമെങ്കിൽ അങ്ങനെ വെട്ടാം. നമ്മളിപ്പോൾ നേരെ തന്നെയാണ് കേട്ടോ വെട്ടണത്. ഇതാ ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് തയ്ക്കാൻ പറഞ്ഞ ആൾ എന്നോട് കമൻറ്റ് ചെയ്യണം കേട്ടോ. മനസ്സിലായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുറേ പ്രാവശ്യമായിട്ട് എന്നോട് പറയണേ. പക്ഷേ എൻ്റെ കയ്യിൽ മെറ്റീരിയൽ ഇല്ലായിരുന്നതുകൊണ്ടാണ്. ഇത് ഞാൻ വെട്ടേഷനത്തിൽ നിന്ന് തപ്പിയെടുത്തതാണ്. 2 മാച്ചിങ് കിട്ടണ്ടേ. അപ്പോൾ അങ്ങനെ തപ്പിയെടുത്തതാണ് കേട്ടോ.
ആരുടെ തയ്ച്ചാണെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല. കുറേ വെട്ടേഷണങ്ങൾ ഇങ്ങനെ നമ്മുടെ ബായിയാണല്ലോ കട്ട് ചെയ്യുന്നത്. ബായി കട്ട് ചെയ്തിട്ട് ഒരു പെട്ടിയിൽ ഒരു കാർട്ടൺ ബോക്സിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കും കേട്ടോ. പിന്നെ നമ്മളിത് വേസ്റ്റ് കളയേണ്ട സമയമാകുമ്പോഴാണ് അതിൽ നിന്ന് തപ്പിയെടുക്കുമ്പോഴാണ് ചിലപ്പോൾ ഇങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ കിട്ടണത്. ഒരാളെന്നോട് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വെട്ടേഷണം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താണ് കൊറിയർ അയക്കണ പൈസ അയച്ച് തന്നാൽ മതി, ഞാൻ കൊറിയർ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയും 2 പ്രാവശ്യം വന്നിട്ട് ആൾ ചോദിച്ചെങ്കിലും ഉണ്ടല്ലോ, ആ സമയത്ത് എനിക്ക് നല്ല തിരക്കായിരുന്നു, എനിക്കിതൊക്കെ ഒന്ന് തപ്പിയെടുക്കണ്ടേ. അപ്പോൾ ആൾ കമൻറ്റ് ചെയ്യാൻ, അയാളൊന്നും കൂടെ എന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വെട്ടേഷണങ്ങളൊക്കെ ഇനി. പക്ഷെ ധൃതി പിടിക്കരുത്, സമയം തരണം എനിക്ക്. ഇവിടുത്തെ വീട്ടിലെ പണി കടയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് തപ്പിയെടുക്കാനുള്ള സമയം വേണമല്ലോ. ഇങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഇന്നലെ ഞാനിതൊക്കെ ഒന്ന്, നോമ്പല്ലേ വരണത്, നോമ്പ് വരുമ്പോൾ നമ്മളിങ്ങനെ എല്ലാം ഒതുക്കുമല്ലോ. അങ്ങനെ ഒതുക്കിയപ്പോഴാണ് ഈ വെട്ടേഷനൊക്കെ എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴുത്ത് ക്രോസ് പീസ് വെച്ച് റെഡിയാക്കി എടുക്കുകയാണ്. ബാക്ക് കഴുത്താണ് കേട്ടോ ഇത്. നമുക്ക് ക്യാൻവാസ് വെച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ കുറച്ചുകൂടി എളുപ്പം ഇതായതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം. ക്യാൻവാസ് ആകുമ്പോൾ വെട്ടിയെടുക്കണം, ഒട്ടിക്കണം, അങ്ങനെയുള്ള കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന്. അപ്പോൾ അതൊക്കെ മടി പിടിക്കണവർക്കും നേരമില്ലാത്തവർക്കും ഇതുപോലെയുള്ള കഴുത്തുകളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ക്രോസ് പീസ് വെച്ചിട്ട് ഒന്നറ്റം വരെ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി അകത്തേക്ക് മടക്കി അടിക്കാം കേട്ടോ. അപ്പോൾ തയ്യൽ ഒട്ടും അറിഞ്ഞുകൊണ്ടെങ്കിലും പേടിക്കേണ്ട കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ തുണി വെട്ടുമ്പോഴൊക്കെ പേടി വരാറുണ്ടോ? പിന്നെ അതുപോലെ തന്നെ തീരെ കനം കുറഞ്ഞ തുണികളൊക്കെ കട്ട് ചെയ്യുമ്പോഴൊക്കെ തെറ്റിപ്പോന്നൊക്കെ ഉള്ള പേടിയുണ്ടോ? പിന്നെ നെറ്റിൻ്റെ മെറ്റീരിയൽ അങ്ങനെയൊക്കെ പേടിയുള്ളവർക്കൊക്കെ ലൈനിങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ആദ്യം. എന്നിട്ട് അത് വെച്ചിട്ട് മറ്റേ തുണി കട്ട് ചെയ്ത് എന്നിട്ട് മൊട്ട് സൂചി വെച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഒരു തയ്യൽ മെഷീൻ ഉണ്ട് കേട്ടോ. എൻ്റെ ഒരാൾ വിൽക്കാനായിട്ട് തന്നതാണ്. ഏതാണെന്ന് ബ്രദറിൻ്റെ മെഷീനില്ലേ, അതാണ് കേട്ടോ. നമ്മുടെ എറണാകുളത്തുള്ളവർക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും വന്ന് വാങ്ങിക്കാൻ സൗകര്യമുള്ളവർ പറയുകയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ മെഷീൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. വേണമെന്നുള്ളവർ എനിക്ക് വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ ആ മെഷീൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വർക്ക് ചെയ്യണതാണ്, തയ്ക്കാനൊക്കെ പറ്റും. ടേബിൾ ടോപ്പ് മെഷീനില്ലേ, ഒരാളെൻ്റെ വിൽക്കാനായിട്ട് ഏൽപ്പിച്ചതാണ്. അപ്പോൾ ഞാനത് ആരോടെങ്കിലൊക്കെ പറയണം, നിങ്ങളോട് പറഞ്ഞിട്ടാവട്ടെ എന്ന് വിചാരിച്ച്. ഓലക്സിലിട്ടാൽ പൊക്കോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണത്, പുള്ളിക്കാരിക്ക് അങ്ങനെ ഓലക്സിലിടാനൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. സെക്കൻഡ് ഹാൻഡാണ് കേട്ടോ. അപ്പോൾ അതാ കഴുത്ത് ഷോൾഡർ അടിക്കണ കേട്ടോ, ഇങ്ങനെ ഷോൾഡർ ഇതാ ഇങ്ങനെ മടക്കി, അതായത് ആ ക്രോസ് പീസ് ഫ്രണ്ട് പീസിലേക്ക് കവർ ചെയ്ത് പൊതിഞ്ഞ് വെച്ചിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അതിന് ശേഷം 2 സൈഡും അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ വലിച്ചെടുത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ബ്രദറിൻ്റെ മെഷീൻ വേണം വന്ന് വാങ്ങിക്കാനുള്ളവർക്ക്, വന്ന് വാങ്ങിക്കാൻ സൗകര്യമുള്ളവർക്ക്. എനിക്ക് കൊറിയർ അയക്കാനൊന്നും പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊറിയർ അയച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ആയി പോകുമെന്നൊക്കെ ഉള്ള പേടിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എറണാകുളത്താണ് എൻ്റെ വീട്. എറണാകുളം ഭാഗത്തുള്ള ആർക്കെങ്കിലൊക്കെ ആണെങ്കിലും വന്ന് വാങ്ങിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടെ. കമൻ്റ് അല്ല, എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ. അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അന്നേരം ഞാൻ പറയാം. സെക്കൻഡ് ഹാൻഡ് ആണ് കേട്ടോ, അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അവർ വല്ല കീറിയതൊക്കെ തയ്ക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ അതിൻ്റെ മോളാണ് വാങ്ങിച്ചത്. മോള് ഗൾഫിലേക്ക് പോയി, അങ്ങനെയാണ് ആ സാധനം വിൽക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ 2 ആഴ്ചയോളമായി ഇവിടെ ഇരിപ്പുണ്ട്. ഞാനിത് പറയാനും മറന്നു, നിങ്ങളോടൊന്ന് പറയണമെന്നൊക്കെ കരുതും എപ്പോഴും. അപ്പോൾ അതാണെങ്കിൽ നമ്മുടെ സൈഡ് അടിക്കുകയാണ്. 1.5 ഇഞ്ചാണല്ലോ നമ്മളവിടെ തയ്യൽ തുമ്പ് കൊടുത്തത്. അതിങ്ങനെ അറ്റം വരെ അടിച്ചെടുക്കുക. അപ്പുറത്തും അതേപോലെ തന്നെ അടിച്ചെടുക്കുക കേട്ടോ. അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കൈ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ദാ ഇപ്പുറത്തെ സൈഡിൽ അടിച്ച പോലെ തന്നെ അപ്പുറത്തെ സൈഡും അടിക്കുക. അതിന് ശേഷം ദാ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾ അടിഭാഗം അടിച്ചിട്ടില്ല, അത് ലാസ്റ്റ് അടിക്കുക കേട്ടോ. ഇനി കൈ റെഡിയാക്കി എടുക്കണം. കൈ റെഡിയാക്കാനായിട്ട് കൈൻ്റെ തുമ്പത്തൊരു മാച്ചിങ് വരാനായിട്ടൊരു കഷ്ണം അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടും ബാലൻസ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ. ഈ പീസ് പിന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3/4 ഇഞ്ച് വീതിയിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശവും കൈയിൻ്റെ ചീത്ത വശവും ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു അടിപ്പടിച്ചെടുക്കുന്നുണ്ട്. ഇനി നല്ല വശത്തേക്ക് മറിച്ച് അതൊരു ബീഡിങ് പോലെ, പൈപ്പിംഗ് പോലെ വേണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ ഒരു ബീഡിങ് പോലെയാണ് വെച്ച് കൊടുത്തത്. ഒരു 1/2 ഇഞ്ചോളം വരുന്ന ഒരു ബീഡിങ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട്
അടിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഫ്രണ്ടിൽ ആ പടി പോലെ വെച്ചില്ലേ, ആ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇവിടെ. ഇത് കൈയിൻ്റെ എൻഡ് ഭാഗത്താണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കണ്ട, ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അരികും ഒന്ന് അടിച്ചേക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ വരും. ശരിക്കും ഉണ്ടല്ലോ ഇങ്ങനെയുള്ള തയ്ക്കുമ്പോഴത്തേക്കും ആ ബോഡി പാർട്ടിന് വെച്ച പീസ് വെച്ച് തന്നെ കൈ വെക്കണം കേട്ടോ. അതാണ് കേട്ടോ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക. ഇത് തുണി തികയാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വെച്ചത് കേട്ടോ. ഇനി ഇതാ 2 പീസും നമുക്ക് നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്കുഴീൻ്റെ ഫ്രണ്ട് സൈഡ് ഉണ്ടല്ലോ, ഇത് ഈ കയ്യിലും അങ്ങനെ തന്നെ വെട്ടണം കേട്ടോ. കുറച്ച് വെട്ടിയാൽ മതി, ഒരുപാട് വെട്ടി കുഴിച്ച് കളയരുത്. ഇങ്ങനെ കുറച്ചൊന്ന് വെട്ടിക്കളയുക കേട്ടോ. ഒരു അര ഇഞ്ചോളം നമുക്ക് ഇവിടെ നിന്ന് വെട്ടിക്കളയാം. അത് ഫ്രണ്ട് പോർഷനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നോട്ട്സും കൂടി ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് ആം ഹോളൊക്കെ കറക്റ്റ് ചെയ്യുക, കൈവണ്ണം നോക്കുക. കൈവണ്ണമൊക്കെ നോക്കിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അതിനുശേഷം ആം ഹോൾ കറക്റ്റ് ചെയ്തിട്ട് റൗണ്ടിൽ കയറ്റി കൊടുക്കണം. നിങ്ങൾക്ക് കൈ വെച്ചിട്ട് സൈഡ് അടിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യും. പക്ഷേ അതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യണതാണ് കേട്ടോ. നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാൻ പഠിക്കണം. അങ്ങനെ എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കൈയും കൈക്കുഴിയൊക്കെ കണക്ട് ചെയ്ത് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ നേരെ കൈ വെച്ചതിന് ശേഷം സൈഡൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ കൈ പൊക്കുമ്പോൾ സൈഡ് മുതലേ അങ്ങ് പൊങ്ങാൻ തുടങ്ങും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡ് കൂട്ടുക. അതിനുശേഷം കൈ ഇങ്ങനെ മാർക്ക് ചെയ്ത് റെഡിയാക്കി കൈ. ഇത് പക്ഷേ സുഖമാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒന്ന് വണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ കഷത്തിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ഒന്ന് പൊട്ടിച്ചാൽ മതി. നേരെ തന്നെ നമുക്ക് അടിച്ച് ഇതേപോലെ തന്നെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക. പലരും പറയും ഞങ്ങൾ കൈ വെച്ചതിന് ശേഷമാണ് സൈഡ് അടിക്കുന്നതിന് മുമ്പേ കൈ വെക്കും എന്നിട്ട് ഒരുമിച്ച് സൈഡ് അടിക്കുന്നു. പക്ഷേ അതിനേക്കാളും നല്ലത് ഇതാണ്. അതാണ് ഞാൻ പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞത്. ഇനി നമുക്ക് കൈ വെച്ച് കൊടുക്കാം. അപ്പോൾ കൈയിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്കണം കേട്ടോ. അത് ഫ്രണ്ടിലേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ, ആ ഒരു നോട്ട്സിട്ട് കൊടുത്തില്ലേ, അത് കറക്റ്റായിട്ട് ഫ്രണ്ടിൽ തന്നെ വരണം. ബാക്കിൽ പോയിട്ടുണ്ടെങ്കിൽ ആകെ വൃത്തിയായിട്ടായി പോകും കേട്ടോ. അപ്പോൾ എന്തായാലും റൗണ്ടിൽ നമുക്ക് അടിച്ചെടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് അടിഭാഗവും കൂടെ അടിച്ച് നമ്മുടെ ടോപ്പിന് കുഞ്ഞു ബൊമ്മക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടമായി. ഇപ്പോൾ ഞാനിത് ചെറിയ അളവിൽ കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ അളവെടുത്തിട്ട് വലിയ സൈസിൽ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്ത് തരണം കേട്ടോ എൻ്റെ വാട്സപ്പിലേക്ക്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഇതേ നമ്പർ നോട്ട് ചെയ്ത് എടുത്തോളൂ കേട്ടോ. ക്ലാസ്സിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. താല്പര്യമുള്ളവർ എന്നെ വിളിക്കാം. ഓക്കെ, കണ്ടോ കുഞ്ഞു ബൊമ്മക്ക് ഇട്ട് കൊടുത്തേക്കണേണ്ട. ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ ഉണ്ട് കേട്ടോ. ഞാൻ ബാക്കിലേക്ക് എടുത്ത് പിന്നൂത്തി വെച്ചേക്കാണ്, ക്ലിപ്പിട്ട് വെച്ചേക്കാണ്. അതുകൊണ്ടാണ് വിരിഞ്ഞ് കിടക്കാത്തത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിപ്പോൾ ഒരു കുട്ടി ടോപ്പേ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ചുരിദാർ പോലെ കുർത്തി പോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇത് തയ്ച്ചിട്ട് ഇഷ്ടമായോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. എല്ലാ കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ മെഷീൻ്റെ കാര്യം, ബ്രദറിൻ്റെ മെഷീനാണ് കേട്ടോ. താല്പര്യമുള്ളവർ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും വരാം കേട്ടോ. താങ്ക്